ബിഗ് ബോസ് മലയാളം സീസൺ 4 ഇന്നലത്തെ എപ്പിസോഡിലാണ് ഡോക്ടർ റോബിനും ഡെയ്സിയും നേർക്കുനേർ ഏറ്റുമുട്ടിയത്. കാരണം ഫുഡുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റനായ ദിൽഷ ബിഗ് ബോസ് അംഗങ്ങളെ വിളിച്ച മീറ്റിംഗിനിടയിൽ ഉണ്ടായ വാക്കുതർക്കങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിൽ പ്രേക്ഷകർ എല്ലാവർക്കും മനസ്സിലാകും പൂർണ്ണമായും തെറ്റ് ഡെയ്സിയുടെ സൈഡിൽ തന്നെയാണ് എന്ന്. കിച്ചൺ ടീമിൽ ഉണ്ടായിട്ടും അതിലൊന്നും അധികം ശ്രദ്ധിക്കാതെ ടാസ്കിൻ്റെ പേരും പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ കറങ്ങി നടക്കുകയാണ് ഡെയ്സി. ഇതിൻ്റെയൊക്കെ പരിണിതഫലം സമയത്ത് ഫുഡ് കിട്ടാതെ ബി ഹൗസിൽ അംഗങ്ങൾ വലയുന്നു എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് മറ്റുള്ളവർ കിച്ചണിൽ കയറുകയും ഫുഡ് ഉണ്ടാക്കുന്നതും ലക്ഷ്മി പ്രിയ കിച്ചണിൽ കയറുന്നതും കുറച്ചു പേർക്ക് മാത്രമായി ഫുഡ് ഉണ്ടാക്കിയതും ക്യാപ്റ്റനായ ദിൽഷ പറയുകയും അങ്ങനെ ഇനി ചെയ്യരുത്, ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും കൂടി ഉണ്ടാക്കണം എന്ന് ബിഗ് ബോസ് അംഗങ്ങളെ വിളിച്ചു വരുത്തി പറയുന്നതിന് ഇടയിലാണ് ഡോക്ടർ റോബിൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഡെയ്സിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും അത് പിന്നെ വളരെ സഭ്യമല്ലാത്ത രീതിയിൽ അവസാനിക്കുകയും ചെയ്തത്. റോബിൻ അവിടെ എണീറ്റു പറഞ്ഞത് കിച്ചണിൽ ആരുമില്ലായിരുന്നു, ലക്ഷ്മി പ്രിയയോട് താൻ ഹെൽപ്പ് ചോദിച്ചിട്ടാണ് കിച്ചണിൽ കയറിയതെന്നും ഫുഡ് ഉണ്ടാക്കിയതെന്നുമാണ്. ഡെയ്സി ഇതിനിടയിൽ ലക്ഷ്മി പ്രിയയുമായി കയർക്കുകയും റോബിന് നേരെയും തിരിയുന്നതുമാണ് കാണാൻ സാധിച്ചത്. റോബിൻ അപ്പോൾ പറയുന്നുണ്ട്, ഡെയ്സി നീ ആദ്യം എന്തേലും ചെയ്യ്, എന്നിട്ട് സംസാരിക്കാൻ വാ, ഒന്നും ചെയ്യാതെ നടന്നിട്ട് ആരെങ്കിലും വന്ന് സഹായിക്കാൻ വരുമ്പോൾ അതിനുമിടയിൽ വരല് എന്ന്. എന്നാൽ ഡെയ്സി ഇതിലൊന്നും വിട്ടുകൊടുക്കാതെ എന്നും രാവിലെ ചായ ഇടുന്നതും ഞാനാണെന്നും ദോശ ചുടുന്നതും ഞാനാണ് എന്നും നീ അണ്ണാക്കിൽ കയറ്റി തിന്നുന്നത് ആര് ഉണ്ടാക്കിയതാടാ എന്നുള്ള സഭ്യമല്ലാത്ത വാക്കുകളുമായി ഉറഞ്ഞു തുള്ളുകയാണ് ഉണ്ടായത്. അതോടൊപ്പം റോബിനെ സൈക്കോ എന്ന് വിളിച്ച് പലതവണ അധിക്ഷേപിക്കുകയും ഉണ്ടായി. പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും ബിഗ് ബോസ് മലയാളം ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ്. അതിൽ കുറച്ചുകൂടി സഭ്യമായ വാക്കുകൾ ഡെയ്സി ഉപയോഗിക്കണം എന്ന് തോന്നി. ഇത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുമെന്നും വേണ്ട രീതിയിൽ വാൺ ചെയ്യുമെന്നും കരുതാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ഒക്കില്ല. ഡെയ്സി മാത്രമല്ല, അവിടെയുള്ള പലർക്കും ഇതിലും സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ അറിയാമായിരിക്കാം. എന്നാൽ ഇങ്ങനെ ഒരു ഷോയിൽ കുറച്ച് മാന്യതയാകാം. 100% ഒന്നും നമ്മൾക്ക് പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ആകാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഡെയ്സി എന്ന കണ്ടസ്റ്റൻ്റ് സൈഡിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിന് ന്യായമുണ്ടെന്ന് പറയാം. ടാസ്കിൻ്റെ പേരും പറഞ്ഞ് കിച്ചണിൽ കയറാതെ ഇരിക്കുകയും അതിനെതിരെ ചോദിക്കുമ്പോൾ ഇതുപോലെയുള്ള പെർഫോമൻസും പ്രേക്ഷകർക്കും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 4 മൂന്നാമത്തെ ആഴ്ചയിലെത്തിയപ്പോൾ തൊട്ട് കണ്ടുവരുന്ന ഒന്നാണ് ബിഗ് ബോസ് ഹൗസിൽ അംഗങ്ങൾക്ക് ശരിയായ രീതിയിലോ സമയത്തോ ഭക്ഷണം കിട്ടുന്നില്ല എന്നത്. ഈ ആഴ്ചത്തെ കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർക്കാണെങ്കിൽ അതിലൊന്നും ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത പോലെയാണ്. ടാസ്കുകളുടെ പേരും പറഞ്ഞ് കറങ്ങി നടക്കണം എന്നത് അല്ലാതെ. ഈ ആഴ്ച കിച്ചൺ ഡ്യൂട്ടിയിൽ ഉള്ള പലരുടെയും വാദം ഇങ്ങനെയാണ്, തങ്ങൾക്ക് ടാസ്ക് ഉണ്ട്, ടാസ്കിന് പ്രിപ്പയർ ചെയ്യണം, അതിനിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. അതെങ്ങനെ ശരിയാകാനാണ്? മറ്റു സീസണുകൾ പോട്ടെ, ഈ സീസൺ തന്നെ കഴിഞ്ഞു പോയ 2 ആഴ്ചകളും ടാസ്കുകളും ഉണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങളും എല്ലാം മുറയ്ക്ക് നടന്നു. ഫുഡാണെങ്കിലും പറ്റുന്ന പോലെ തന്നെ സമയത്ത് കൊടുക്കാൻ ആ ആഴ്ചയിലെ കിച്ചൺ ടീം അംഗങ്ങൾ ശ്രമിച്ചിരുന്നു. അതിനു ധന്യ, സുചിത്ര, ലക്ഷ്മി പ്രിയ അതുപോലെ ശാലിനി എന്നിവർക്കൊരു കയ്യടി കൊടുത്തേ മതിയാവൂ. കൂട്ടത്തിൽ റോൺസനും നവീനും ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ കിച്ചൺ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. എത്ര ടാസ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവരൊക്കെ ഓരോരുത്തർ സമയം കണ്ടെത്തി കാര്യങ്ങൾ വളരെ മനോഹരമായി തന്നെ നോക്കിയിരുന്നു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായ ദിൽഷയുടെ കഴിവുകേടെന്ന് തന്നെ പറയേണ്ടി വരും. ബിഗ് ബോസ് ഹൗസ് അംഗങ്ങളെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യാനോ ബിഗ് ബോസ് ഹൗസിലെ ജോലികൾ വേണ്ട വിധം നടത്താനോ ദിൽഷ എന്ന ക്യാപ്റ്റൻ തികച്ചും പരാജയം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെ പറയാം ഇന്നലത്തെ എപ്പിസോഡിൽ നൽകുന്ന അടിയും അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ പല പ്രശ്നങ്ങളും. ടാസ്കിന്റെ പേരും പറഞ്ഞ് കിച്ചൺ ഡ്യൂട്ടിയിൽ വരാതെയും ഫുഡ് ഉണ്ടാകാതെ ഇരിക്കുകയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണമെന്നും ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും ആണ് എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.